പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തുക്കളെ, നമ്മൾ ഈ പോലീസ് എന്ന് പറഞ്ഞാൽ, കേരള പോലീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ പ്രിയപ്പെട്ടവരാണ്, എന്നാൽ അത്രയേറെ വെറുക്കുന്നവരുമാണ്. ചില ആൾക്കാരെ നമ്മൾ ഭയങ്കരമായിട്ട് വെറുക്കുന്നുണ്ട്, മറ്റു ചിലരെ അതിനേക്കാൾ ഭയങ്കരമായിട്ട് നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട്. പോലീസ് സംവിധാനം കേരളത്തിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഇവിടെ പോലീസിന്റെ സംവിധാനം ഇല്ല, നിരോധിച്ചു, ആ ദിവസം പോലീസ് എന്ന് പറഞ്ഞാൽ എന്ത് കാണിച്ചാലും ഇവിടെ ഇറങ്ങില്ല എന്നൊരു സിറ്റുവേഷൻ വന്നാൽ അന്ന് കേരളം തീരും. നമുക്കറിയാം, അത് പോലീസിന്റെ ഒരു മൂല്യം എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഉണ്ട്, അതിന്റെ പ്രാധാന്യം അത്രത്തോളം ഉണ്ട്. എന്നാൽ ഇതേ പോലീസ് സകല വൃത്തികേടും കാണിച്ച്, സകല തെമ്മാടിത്തരം കാണിച്ചിട്ട് ഈ ലോകത്തെ ഏറ്റവും വലിയ പിശാചിനേക്കാളും മോശം സ്വഭാവമായി മാറിപ്പോണ ചില പോലീസുകാരന്മാരുണ്ട്. അവർ സാധാരണക്കാരായിട്ടുള്ള പാവങ്ങളെ പിടിച്ച് എന്തെങ്കിലുമൊക്കെ കേസിൽ പ്രതികളാക്കും, വലിയ വകുപ്പുകൾ ചാർത്തി കൊടുക്കും, ജാമ്യമില്ലാ വകുപ്പുകളിൽ പിടിച്ച് അകത്തിടും, അകത്തിട്ട് ജയിലിൽ കൊണ്ടുവന്നിടും. അവരുടെ ജീവിതം അതോടുകൂടി തകരും. അതൊക്കെ കണ്ട് രസിക്കുന്ന ചെകുത്താന്മാരായിട്ടുള്ള ചില പോലീസുകാരുണ്ട്. അതേസമയം അതിനെ നഖശികാന്തം എതിർക്കുന്ന വളരെ നല്ല പോലീസുകാരുമുണ്ട്. ഞാൻ ഇന്ന് 2-3 ചെകുത്താന്മാരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം എരുമേലിയിൽ നടന്ന ഒരു സംഭവമാണ്. പലതവണ ഞാൻ എരുമേലി വഴി കടന്നു പോയിട്ടുണ്ട്. അവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ മണ്ഡലകാലമായി കഴിഞ്ഞാൽ ട്രാഫിക് ബ്ലോക്കാണ്. പക്ഷെ വളരെ എളുപ്പത്തിൽ അവിടുത്തെ ബ്ലോക്ക് അഴിച്ചു വിടാൻ പറ്റും. അത് അറിയുന്ന പോലീസുകാർ അവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബ്ലോക്ക് അവിടെ ഉണ്ടാകാറില്ല. പക്ഷെ അതറിയാത്ത ചിലരൊക്കെ, മിക്കവാറും ഈ എരുമേലിയിൽ വരുന്ന ആൾക്കാരൊക്കെ അവിടെ നിന്നും ഇവിടെ നിന്നുമൊക്കെ സകല തെണ്ടിത്തരങ്ങളും കാണിച്ച്, ചെറ്റത്തരങ്ങളും കാണിച്ചിട്ട് പണിഷ്മെന്റിന് 1 മാസത്തേക്ക് ഇങ്ങോട്ട് വരുന്നതാണ്. അങ്ങനെയുള്ളവരെയാണ് കൂടുതലും ഈ ട്രാഫിക്കിൽ കൊണ്ടുവന്ന് നിർത്തുന്നത്. എവറ്റകൾക്ക് ആ റോഡിന്റെ സ്ഥിതിയോ അവിടെ എങ്ങനെ എന്തൊക്കെ ചെയ്താൽ അവിടുത്തെ ഗതാഗത കുരുക്ക് മാറുമെന്നോ ഒന്നും അവർക്കറിയില്ല. ഒരു മിനിറ്റ് അവിടെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ കിലോമീറ്ററുകളോളം അവിടെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവും. പിന്നെ അത് അഴിയണമെന്നുണ്ടെങ്കിൽ മണിക്കൂറുകൾ എടുക്കും. അതാണ് നിലവിലെ സ്ഥിതി എന്ന് പറയുന്നത്. അതേ എരുമേലിയിൽ കഴിഞ്ഞ ദിവസം ഒരു ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായി. ആ ബ്ലോക്ക് കുറെ പോലീസുകാർ അവിടെ നിൽപ്പുണ്ട്, 3-4 പോലീസുകാർ അവിടെ നിൽപ്പുണ്ട്, കൈയും കെട്ടി മൊബൈൽ കളിച്ച്, ഗെയിമൊക്കെ കളിച്ച്, വാട്സപ്പൊക്കെ നോക്കി അവിടെ നിൽപ്പുണ്ട്. അവരിതൊന്നും കണ്ടിട്ടില്ല. അത് പോണെങ്കിൽ പോകും, ബ്ലോക്കെങ്കിൽ ബ്ലോക്ക്, എന്ത് ബ്ലോക്ക്, നമ്മുടെ പണി അതൊന്നുമല്ല എന്ന മട്ടിൽ തെക്ക് വടക്ക് നോക്കി ഇവരിവിടെ നിൽക്കുന്നു. ഇതൊക്കെ കണ്ട് സഹിക്കാൻ വയ്യാതെ ഏതോ ഒരു ഓട്ടോറിക്ഷക്കാരൻ, അവിടെയുള്ള ഒരു ഓട്ടോറിക്ഷക്കാരൻ, ഒരു കാക്ക, ഒരു വയസ്സായ ഒരു അപ്പൻ, വല്യപ്പൻ, മൂപ്പര് സൈഡിലേക്ക് വണ്ടി ഒതുക്കി അവിടെ ഗതാഗതം നിയന്ത്രിച്ച് ഏകദേശമൊക്കെ കുറച്ചൊക്കെ ചെയ്തു എന്ന് പറയുന്നു. ഇതൊക്കെ കഴിഞ്ഞ് വീണ്ടും ആ ബ്ലോക്ക് അങ്ങനെ തന്നെ കിടക്കുകയാണ്. അവിടെ ഷിജോ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, അയാളൊരു 19 കിലോമീറ്റർ അപ്പുറത്ത് ഒരു പ്രസ്സിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഈ വാഹനത്തിൽ, ബസ്സിൽ കയറി വേണം ആ സ്ഥാപനത്തിൽ പോകാൻ. രാവിലെയുള്ള ചാറും ഉച്ചയ്ക്കുള്ള ചോറും ഒക്കെ കൊണ്ട് ആ ബാഗൊക്കെ തൂക്കി അദ്ദേഹം വന്ന സമയത്താണ് ഈ ബ്ലോക്ക്. അദ്ദേഹത്തിന്റെ ഒരു വണ്ടി കിട്ടിയിട്ടില്ല. പിന്നെ ഒരു വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ ആ വണ്ടിയിൽ കയറി ഈ പറഞ്ഞ സ്ഥാപനത്തിൽ എത്തുമ്പോൾ ഇയാൾ മാത്രമല്ല അവിടെ പണിക്കാരനെന്ന് പറഞ്ഞത്, വേറെ പണിക്കാരും ഉണ്ട്. മറ്റുള്ളവരൊക്കെ സമയത്തെത്തുക, കുറച്ച് ദൂരെ നിന്നാലും ഇയാള് സമയത്തെത്തില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഉള്ളവർക്ക് മുറുമുറുപ്പ് ഉണ്ടാവുമല്ലോ. അപ്പൊ അതുകൊണ്ട് ഇദ്ദേഹത്തിന് വളരെ പെട്ടെന്ന് എത്തേണ്ടത് കൊണ്ട് ഈ പോലീസുകാരോട് അദ്ദേഹം പറഞ്ഞു, സാറേ ഇവിടെ ഇന്ന രീതിയിൽ നമ്മളൊന്ന് കൈകാര്യം ചെയ്യണമെങ്കിൽ വളരെ പെട്ടെന്ന് ഈ ബ്ലോക്ക് ഒഴിവാകും, ആ രീതിയിലാണ് ബ്ലോക്ക് ഒഴിവാക്കുക എന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു. അവിടെ പുതിയതായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ വന്ന 1 മാസത്തേക്ക് അവിടെ കെട്ടിയെഴുന്നള്ളിച്ച് കൊണ്ടുവന്ന പോലീസുകാരായിരുന്നു അവിടെ നിന്നിരുന്നത്. അപ്പോൾ അവരോടത് പറഞ്ഞത് ഇവർക്ക് പറ്റിയില്ല. ഡ്യൂട്ടിക്ക് തടസ്സമാണ്. നിങ്ങൾ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കോടതി വെച്ച് വേണം നിങ്ങൾ തീരുമാനിക്കാം. എന്നെ തടസ്സപ്പെടുത്തിയെന്ന് പറഞ്ഞേ, എന്നെ തടസ്സപ്പെടുത്തിയത് നിങ്ങളെ, എന്നെ തടസ്സപ്പെടുത്തിയേ, എന്നെ തടസ്സപ്പെടുത്തി. ഈ പോലീസുകാർക്ക് ഈഗോ കുരി പൊട്ടിയിട്ട് ഇവന്റെ മുകളിൽ കയറാൻ തുടങ്ങി. അങ്ങനെ അവിടെ ആരൊക്കെയോ അത് വീഡിയോ എടുത്തു. വീഡിയോ എടുക്കുന്നത് കണ്ട് കലിപ്പ് കയറിയിട്ട് വന്ന് ഇയാളെ കോളറിന് പിടിച്ചു, അയാളെ മൊബൈൽ ഫോൺ പിടിച്ചു വളച്ചു. അങ്ങനെ വലിയ വിഷയമായി. പിന്നെ വേറൊരു ചങ്ങാതി ഉണ്ടായിരുന്നു, അത് പിന്നെ CPM-ന്റെ ഒരു കുറച്ചൊക്കെ അറിയാവുന്ന ഒരാൾ തന്നെയാണ്. ഇവർ രണ്ടുപേരും കൂടി ഇത് ചോദ്യം ചെയ്തു.
പോലീസിനെ ചോദ്യം ചെയ്തു. 2 എണ്ണത്തിനെയും കൂടെ തൂക്കിയെടുത്ത് നേരെ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ വണ്ടിയിലെടുത്തിട്ടിട്ട്. വലിയ ലോഹ്യത്തിലൊക്കെയാണ് കൊണ്ടുപോയത്. അവിടെ കൊണ്ട് ചെന്ന് പിന്നീടാണ് കഥ മാറുന്നത്. പിന്നെ പോലീസിന്റെ വയർലെസ് സെറ്റ് എറിഞ്ഞു പൊട്ടിച്ചെന്നോ, ആ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുന്നോ, വേറെന്തൊക്കെ ചെയ്തെന്നോ, ആരെയൊക്കെ പീഡിപ്പിച്ചെന്നോ, ബലാത്സംഗം ചെയ്തെന്നോ, പോക്സോ ചെയ്തെന്നോ, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാണ്. അതുമാതിരിയുള്ള സകലതും പിടിച്ചങ്ങോട്ട് വെച്ചു കൊടുത്തിട്ട് ജാമ്യമില്ലാ വകുപ്പെല്ലാം എടുത്തങ്ങോട്ട് വെച്ചു കൊടുത്തിട്ട് അങ്ങനെ കേസെടുത്തു. എന്നിട്ട് പോകുന്നവരും വരുന്നവരും മൊത്തം ഹരാസ്. ഒരു പോലീസ് സ്റ്റേഷൻ, അതൊരു ജനമൈത്രി പോലീസ് സ്റ്റേഷനാണെന്ന് ഓർക്കണം. ജനമൈത്രി പോലീസിൽ ജനമൈ നന്നായിട്ട് പ്രയോഗിച്ചേക്കണം അവിടെ. ആ രീതിയിൽ വളരെ നന്നായിട്ട് മനോഹരമായിട്ട് സംസാരിച്ചു. വേണ്ടാത്തത് മുഴുവൻ പറഞ്ഞു, ആക്ഷേപിച്ചു. അങ്ങനെ ഇയാള് നക്ഷത്രക്കാലണ്ണി അവിടെ ഇരിക്കുകയാണ്. ഫോൺ വാങ്ങി വെച്ചേക്കാം, വീട്ടിൽ അറിയിക്കണ്ടേ. അവസാനം കുടുങ്ങി. പിന്നെ എങ്ങനെയൊക്കെയോ വീട്ടുകാരറിഞ്ഞു. അവർ പോലീസ് സ്റ്റേഷനിലെത്തി. അപ്പോഴേക്കും ഇവിടെ FIR ഒക്കെ തയ്യാറായി. മനസ്സിലായി ഇയാൾ കുടുങ്ങി. 10-14 ദിവസം ഇയാൾ അകത്ത് കിടക്കാനുള്ള സകല പണിയും ഇവരുണ്ടാക്കി വെച്ചു. അതായത് ഈ പോലീസുകാർ ഉണ്ടാക്കി വെച്ചു. പോലീസുകാരെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഏത് രീതിയിലുള്ള പോലീസുകാരാണെന്നുള്ളത്. പോലീസ് സേനയ്ക്ക് അപമാനമായിട്ടുള്ള യുവമാരൊക്കെ ഗുണ്ടാ പണിക്ക് പോകുന്നതാണ് ഇതിനേക്കാളും നല്ലത്. ആരാണ് ഇവനെയൊക്കെ പിടിച്ച് പോലീസിലാക്കിയെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. നല്ല പോലീസുകാരെ ഒരുപാട് 100 എണ്ണത്തിന് 1000 എണ്ണത്തിന് നമുക്ക് എടുത്തു വെച്ച് തരാൻ പറ്റും. ഓരോ സ്റ്റേഷനിലും ഉണ്ട് അങ്ങനെ. പക്ഷെ ഇതുപോലെ പറയിപ്പിക്കുന്നത് 2-3 എണ്ണം മതി, ബാക്കിയുള്ള മുഴുവൻ എണ്ണത്തിനെയും നശിപ്പിക്കാൻ വേണ്ടിയിട്ട്. പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഈ രോഷം കൊള്ളുന്നത്. ഏതായാലും ഇയാളെ പിടിച്ച് അകത്താക്കാൻ നേരെ അവിടെ കോടതിയില്ല, APP ഇല്ല. ഉടനെ മറ്റൊരു കോടതി കൊണ്ടുവന്ന് ഹാജരാക്കി. അവിടെ ഹാജരാക്കിയപ്പോൾ സ്വാഭാവികമായും ഒരു വക്കീലിനെ ഇവർ ഏർപ്പെടുത്താൻ നോക്കി. ആ വക്കീൽ അവിടെ ശക്തിയുക്തം വാദിച്ചു. അറിയാമല്ലോ, ഇപ്പോ പഴയ IPCയും ഇപ്പോഴത്തെ BNS കൂടി മിക്സിംഗ് ആയി കിടക്കുന്നത് കൊണ്ട് ഈ വകുപ്പുകളൊക്കെ മജിസ്ട്രേറ്റുമാരും വക്കീലമാരും ഒക്കെ പഠിച്ചു വരുന്നതേ ഉള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി ഏതായാലും പഠിക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ ദിവസം പിറ്റന്നത്തേക്ക് കേസ് മാറ്റിവെച്ചു. ഇയാളെ നേരെ ജയിലിലേക്ക് കൊണ്ടുപോയി ജയിലിൽ അടച്ചു. ഈ ഷിജോ എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരനെ, കുടുംബത്തിന്റെ അന്നത്തിന് വേണ്ടി രാവിലെ ഇറങ്ങിയ ഒരാളെ അവിടെ ഗതാഗതക്കുരുക്ക് മാറാൻ ഇന്നത് ചെയ്താൽ മതി എന്ന് പറഞ്ഞതിനെ സകല കുറ്റങ്ങളും ചാർത്തി വെച്ച് സകല വകുപ്പുകളും ചേർത്ത് വെച്ച് ജയിലിലടച്ചു. ഏതായാലും പിറ്റേന്ന് അഡ്വക്കേറ്റ് ബിനോയ് മങ്കത്താനം എന്ന ഒരു വക്കീലിനെയാണ് ഇവരുടെ കുടുംബം ഏർപ്പെടുത്തിയത്. അദ്ദേഹം എന്തായാലും ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒന്ന് ആത്മാർത്ഥമായിട്ട് ഇറങ്ങി. ഇവർ ചെയ്തിട്ടുള്ള വീഡിയോ, അവിടെ ഏതൊക്കെയോ ചില ആൾക്കാർ വീഡിയോ എടുത്തിരുന്നു. ആ വീഡിയോകൾ ഇദ്ദേഹം സോഷ്യൽ മീഡിയയിൽ നിന്നും അല്ലാതെയും ഒക്കെ കളക്ട് ചെയ്തു. ജാമ്യത്തിന് വേണ്ടി കോടതിയിൽ എത്തിയപ്പോൾ കോടതിയോട് ഒരൊറ്റ അപേക്ഷ മാത്രമേ അദ്ദേഹം പറഞ്ഞുള്ളൂ. ഈ അഡ്വക്കേറ്റ് ബിനോയ് മങ്കത്താനം പറഞ്ഞുള്ളൂ, യുവർ ഓണർ, ഈ കോടതിയുടെ സമയം വളരെ വിലപ്പെട്ടതാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് 1 മണിക്കൂർ സമയം, ഈ കോടതിയുടെ സമയം ഞാൻ മെനക്കെടുത്തുന്നില്ല. എനിക്ക് 1 മിനിറ്റ് അനുവദിക്കണം. ആ 1 മിനിറ്റ് ഞാനൊരു വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാൻ അനുവദിക്കണം. അപ്പോ യുവർ ഓണർ, അങ്ങേക്ക് മനസ്സിലാകും എന്താണ് സത്യമെന്ന്. ജാമ്യം അനുവദിക്കണം എന്ന്. ഏതായാലും ആ മജിസ്ട്രേറ്റ്, അദ്ദേഹം കുറച്ച് മനസാക്ഷിയുള്ള ആളാണെന്ന് തോന്നുന്നു, അദ്ദേഹം അതിനെ അനുവദിച്ചു. ആ 1 മിനിറ്റ് വീഡിയോ അവിടെ പ്ലേ ചെയ്തു. ഈ പോലീസ് കാണിച്ചുള്ള സകല തെമ്മാടിത്തരവും അതിനകത്തുണ്ടായിരുന്നു. ഇവര് രണ്ടുപേരും മാത്രമല്ലല്ലോ വീഡിയോ എടുത്തേ, വേറെ പലരും വീഡിയോ എടുത്തിരുന്നു. ആ വീഡിയോ അവിടെ പ്ലേ ചെയ്തതോടുകൂടി ആ സമയത്ത് തന്നെ ജാമ്യം അനുവദിച്ചു. പക്ഷെ ഇതിനിടയിൽ ആ ഷിജോ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അനുഭവിച്ച കാര്യങ്ങൾ അറിയാം എത്രത്തോളം എന്ന് ഞാനിവിടെ പറയുന്നില്ല. ഞാൻ ഷിജോയായിട്ട് സംസാരിച്ചിരുന്നു. ഞാനതൊക്കെ സംസാരിച്ചു കഴിഞ്ഞ ഒരു പക്ഷേ മറ്റുള്ളവർക്ക് അതൊരു പ്രയാസമാകും എന്നതുകൊണ്ടാണ് ഞാനത് പറയാത്തത്, അല്ലാതെ അദ്ദേഹം ഒരു കുറ്റക്കാരനായതുകൊണ്ടല്ല. അത്രത്തോളം അദ്ദേഹം അനുഭവിച്ചു. 1 ദിവസമേ അവിടെ കിടന്നുള്ളൂ. പക്ഷെ ആ 1 ദിവസം കഴിഞ്ഞപ്പോൾ ജാമ്യത്തിൽ അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട്. ഇനി സംഭവിക്കാൻ പോകുന്നതാണ് വിറ്റ്. ഇതാണ് ഇപ്പൊ നടന്ന സംഭവം. ഇനി ആ പോലീസുകാർ എണ്ണ വലയ്ക്കും, ഒരു സംശയം വേണ്ട. അത് വളരെ വ്യക്തമായി ആ മജിസ്ട്രേറ്റിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ആ ബെയിൽ ഓർഡറിൽ അത് വ്യക്തമായിട്ട് എഴുതിയിട്ടുമുണ്ട്. തെളിവുകളുണ്ട്. BNS ആണ്, വീഡിയോ തെളിവുകൾ തന്നെയാണ്. ഇദ്ദേഹത്തിന്റെ മൊബൈൽ ഫോൺ കേടുവരുത്തി, അത് ഓഫായി പോയി, വളഞ്ഞുപോയി. ഫോണ് പിടിച്ചു വലിച്ചിട്ട് വീഡിയോ എടുക്കുന്നതുകൊണ്ട് പിടിച്ചു പിടിച്ചാണ്, തെളിവ് നശിപ്പിച്ചതാണ്. എന്നിട്ട് അദ്ദേഹത്തെ അതിക്രൂരമായി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ മർദ്ദിച്ചില്ല, മാനസികമായി ടോർച്ചർ ചെയ്യാൻ ഇനി ഒന്നുമില്ല. പക്ഷെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇദ്ദേഹം ജാമ്യത്തിലിറങ്ങി സ്റ്റേഷനിൽ വന്നപ്പോഴും ഇതേ പണി ഒപ്പിടണമല്ലോ. ഒപ്പിടാൻ വന്ന സമയത്ത് ഏതാണ്ട് രാവിലെ 10 മണിക്ക് വന്ന ആളെ ഒപ്പിട്ടിട്ട് തിരിച്ചു വിടുന്ന ഒരു സ്ഥാനത്ത് 12:30 വരെ അവിടെ ഇട്ട് വട്ടം ചുറ്റിച്ചു. എന്നിട്ട് വീണ്ടും ഇതുപോലെ ഹരാസ് ചെയ്തിട്ട് കുറെ കഴിഞ്ഞപ്പോഴാണ് സംഗതി അളിയന്മാർക്ക് കത്തിയത്. ഈ ഇങ്ങനെ വലിപ്പിച്ചുകൊണ്ടിരുന്ന ആളുടെ പോക്കറ്റിലേക്കൊന്ന് നോക്കി, എന്താണ് പേര് എന്ന്. ഷിജോ മോശക്കാരനൊന്നുമല്ല. ഷിജോ ആ നാട്ടിലെ
ഒരു എല്ലാവർക്കും പ്രിയപ്പെട്ട, യാതൊരു പ്രശ്നവും ഉണ്ടാക്കാത്ത, അതേസമയം ഒരു സാമൂഹ്യ പ്രവർത്തനത്തിന് ഇറങ്ങുന്ന, ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങുന്ന ഒരു നന്മയുള്ള ഒരു മനുഷ്യൻ. ഒരു പെറ്റി കേസ് പോലും ഇന്ന് വരെ അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ആകെ ഉണ്ടാക്കി വെച്ചു കൊടുത്തത് ഈ കേസാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പോക്കറ്റിലേക്ക് നോക്കി ആ സമയം തന്നെ സോഷ്യൽ മീഡിയയിൽ ഇത് സംബന്ധിച്ചുള്ള വീഡിയോകളും മറ്റും വാർത്തകൾ വന്നു തുടങ്ങി. അപ്പോൾ നമ്മൾ അളിയന്മാർക്ക്, നമ്മളെ പോലീസ് അളിയന്മാർക്ക് കാര്യം മനസ്സിലായി, ഇത് ഒരു നടക്കി പോകില്ല എന്ന്. ഇപ്പോ ഷിജോയുടെ പിന്നാലെ നടക്കുകയാണ്. പക്ഷെ ഷിജോ വിട്ടുകൊടുക്കാൻ ഒരുക്കമല്ല. കാരണം ഇതുപോലുള്ള ചില ചകുത്താന്മാർ പോലീസ് സേനയിലുണ്ട്. വീട്ടിലിരുന്നാൽ മതി ചൊറിയും കുത്തി. എന്തിനാണ് പൊതുജനങ്ങളുടെ മണ്ടയിൽ കുതിര കയറാൻ വരുന്നത്? നല്ല പോലീസുകാർ ഇവിടെ ഉണ്ട്, അവർ നന്നായിട്ട് പണിയെടുക്കട്ടെ. ഒരു ജനമേത്രി പോലീസ് സ്റ്റേഷനിൽ അവർ പോലീസ് എങ്ങനെയാണ് ജനങ്ങളോട് പെരുമാറുന്നതെന്ന് അവർ കാണിച്ചു കൊടുക്കും. ഉണ്ടെന്നവിടെ ഇതുപോലുള്ള 2 or 3 പുഴുക്കത്തുകൾ ഉണ്ടെങ്കിൽ അതിനെ കഴുത്തിന് പിടിച്ച് പുറത്തിടണം, പുകയില കഷായം തളിച്ച് പിടിച്ച് പുറത്തിടണം, ചെവിക്ക് പിടിച്ച് പുറത്തിടണം. അത് വേണം. അതിന് കുറെ യൂണിയനും മറ്റു കാര്യങ്ങളും ഉള്ളതുകൊണ്ട് പെട്ടെന്ന് നടക്കൂല. പക്ഷെ ഇങ്ങനെയുള്ള ഷിജോമാർ 1-2 ഉണ്ടെന്നുണ്ടെങ്കിൽ അവറ്റകൾ നന്നാവും എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. ഏതായാലും ഷിജോ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം ഒരു ദിവസം ആ ജയിലിൽ കിടന്ന് അനുഭവിച്ചിട്ടുള്ള നരകയാതനയും, അതുപോലെ ആ തലേദിവസം ജയിലിൽ പോകുന്നതിന്റെ തലേദിവസം രാവിലെ ഇയാൾ ജോലിക്ക് പോയ മനുഷ്യനെ പിടിച്ചോണ്ട് പോയിട്ട് അവിടെ ടോർച്ചർ ചെയ്ത് മാനസികമായി അത്രയും വിഷമിക്കുന്നതിനും ഒരു മറുപടി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ശരിയല്ലല്ലോ. ഏതായാലും പോലീസെ പെൻഷൻ വാങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടും, മര്യാദയ്ക്ക് പണിയെടുത്തോ, അതാണ് നല്ലത്. നിങ്ങൾ കുറെ നല്ല ആൾക്കാരുണ്ട്, നല്ല പോലീസുകാരുണ്ട്, അവരെ പറയിപ്പിക്കാൻ വേണ്ടി ഇമാതിരിയുള്ള തെമ്മാടിത്തരം ചെയ്യരുത്. ചെയ്തു കഴിഞ്ഞാൽ പണ്ടൊക്കെ പിന്നെയാണ്, ഇപ്പോ കയ്യോടെ കിട്ടും. Different angles. Don't forget to subscribe and support this channel.